ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 12, 21 തിരുവചനം. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12 അധ്യായം 21 തിരുവചനത്തിൽ ദൈവപുത്രനായ യേശു കർത്താവ് ആത്മീയ സമ്പന്നതയെക്കുറിച്ച് അറിയിക്കുകയാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം ആത്മീയമായി അഥവാ ദൈവ വിഷയമായി സമ്പന്നരായിത്തീരണം, അഥവാ വളർന്നും വർദ്ധിച്ചും വരണമെന്ന് നമ്മെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യരായ നാം എല്ലാവരും ഭൗതികമായി സമ്പന്നരാകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഭൗതികമായ സമ്പന്നതയിൽ നാം എത്ര തന്നെ വളർന്നാലും വർദ്ധിച്ചാലും അത് നിലനിൽക്കുകയില്ല എന്ന് വേദപുസ്തകത്തിലൂടെ ദൈവം അരുളിച്ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിലുള്ളത് ഭൗതികമായത് ഇതൊന്നും ശാശ്വതമല്ല എന്നാണ് തിരുവചനം വെളിപ്പെടുത്തുന്നത്. അശാശ്വതമായ ഈ ഭൂമിയിലെ വിഭവങ്ങൾ നാം കാണുകയും അവയിൽ ആകർഷിക്കപ്പെടുകയും അവയെ സ്വന്തമാക്കുവാനുള്ള വ്യഗ്രതയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ സമയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നാം ആത്മീയമായി അഥവാ ദൈവ വിഷയമായി ദരിദ്രർ ആവുവാൻ ഇടയാവും. ഇവിടെ അതിനെതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് പരസ്യ ശുശ്രൂഷയിൽ ദൈവപുത്രൻ കർത്താവായ യേശു തൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് പറയുന്നത്, ദൈവ വിഷയമായി സമ്പന്നരാകണമെന്ന്. ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട്, എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും ഞങ്ങളുടെ ഭൂമിയിലെ ഭൗതിക സമ്പത്തിൻ്റെ അവകാശം പങ്കിടുവാൻ, ഈ ഒരു നിർദ്ദേശത്തിന്, ഈ ഒരു ആവശ്യത്തിന് മറുപടിയായിട്ടാണ് ദൈവപുത്രനായ കർത്താവ് പറയുന്നത്, ഈ ഭൂമിയിലെ സകല ദ്രവ്യാഗ്രഹവും നിങ്ങൾ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ എത്ര തന്നെ സമൃദ്ധി ഉണ്ടായാലും ആ സമൃദ്ധി അവൻ്റെ ജീവന് ആധാരമല്ല എന്ന് കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി. അതുകൊണ്ട് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഒരു ഉദാഹരണം കൂടെയാണ്. ആ ഉദാഹരണം, ഒരു മനുഷ്യൻ തൻ്റെ കൃഷിയെ വികസിപ്പിക്കുവാനിടയായി സമൃദ്ധിയായ ഒരു വർധനവിൻ്റെ അനുഭവം തൻ്റെ കൃഷിയിലുണ്ടായി. വലിയ വിളവ് ലഭിച്ചു, 100 മേനി ലഭിച്ചു. തൻ്റെ കളപ്പുരകളെല്ലാം അഥവാ തൻ്റെ ഫലശേഖരണത്തിന് വലിയ വലിയ ഗോഡൗണുകളെല്ലാം നിർമ്മിച്ചു, എല്ലാം കൂട്ടിവെച്ചു.
സ്വയം പറയുകയാണ്, മനുഷ്യ, ദീർഘവർഷങ്ങൾക്ക് ആവശ്യമായവയെല്ലാം ഇതാ ഈ ഗോഡൗണിൽ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇങ്ങനെ സ്വയം പറയുമ്പോൾ അന്ന് രാത്രിയിൽ ദൈവം അവനോട് സംസാരിച്ച വചനമാണ് വിശുദ്ധ ലൂക്കോസ് 12:20 എഴുതിയിരിക്കുന്നത്. മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന്. ഇവിടെയാണ് മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുന്നത്. നാം ദൈവവിഷയമായി സമ്പന്നരാകണമോ, മറിച്ച് ഭൗതികമായി സമ്പന്നരാകണമോ? ആമേൻ.